ഹായ് ഗൈസ്, അപ്പോൾ ഒരു പുതിയ വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കസാഖിസ്ഥാനിലിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ ഒരൊറ്റ ദിവസം ഒരു 11 മണി തൊട്ട് സ്നോ പെയ്യാൻ തുടങ്ങിയിട്ട് ഒന്ന് കാണിച്ചെടുത്താൽ പുറത്തേക്ക് അല്ല തുറന്നു പുറത്തത്തെ വിഷ്വലാട്ടോ. അപ്പോൾ കണ്ണുങ്ങൾ 0.5 ഇട്ടൊക്കെ ഫുൾ മഞ്ഞ് പറഞ്ഞാൽ ഫുൾ മഞ്ഞ്, മരം മൊത്തം മഞ്ഞിൽ മൂടി കിടക്കുകയാണ്. കാറും ആകെ എന്താ പറയുക, മൂടേ മാറി. ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് വന്ന് അപ്പോൾ ഉള്ള ഒരു കാലാവസ്ഥ എല്ലാം ഫുൾ മൂഡ് മാറി. ഇപ്പം നമ്മൾ പുതിയ സ്ഥലത്തേക്കാണ് പോകണത്, എങ്ങോട്ടാണെന്ന് അറിയില്ല. എന്തായാലും അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അനാനെ നമുക്ക് പേടില്ലല്ലോ. അതായത് ഇബലൊക്കെ പാടെ പറഞ്ഞ് ഡാർക്കാക്കിന്നെ. അതായത് ഞാനിപ്പോൾ ഈ തണുപ്പന്നെ എങ്ങനെയൊക്കെയോ കരുതിട്ട് പുറത്തുമുട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പം ഇപ്പം പോണ സ്ഥലത്ത് ഭയങ്കര തണുപ്പാണ് പറഞ്ഞ് ആകെ ലോക്കായി പേടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് തന്നെ അറിയാൻ പറ്റുള്ളൂ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ. കാരണം എനിക്കിപ്പോൾ അതിശയം എന്താ വെച്ചാൽ ശരിക്കും ഇങ്ങനത്തെ ഒരു തണുപ്പ്, ഞാൻ നാട്ടിലൊരു നല്ല രീതിയിൽ മഴ പെയ്താൽ തന്നെ ആകെ കട്ടായി പോണ ആളാണ് ഞാൻ. പക്ഷെ ഇവിടെ ഞാൻ ഇന്നലെ വന്ന് തണുപ്പിലെല്ലാം കളിച്ച്, ഇന്ന് അയിലേറെ കളിച്ച് 2 കഷ്ണം ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത രീതിയിൽ തണുപ്പ് പോയി ചാടി വെക്കലും സീസോമ പോയി കൂർന്നിറങ്ങലും ഇതൊക്കെ ചെയ്തിട്ടും ജലദോഷത്തിന്റെ പുറമെ അൽഹംദുലില്ലാ ഇതിലൊന്നും വന്നിട്ടില്ല. ഇനി വലുതെന്തോ വരാനുള്ളതാണോ ഇനിയിപ്പോൾ ഇതിലൊതുങ്ങോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും അൽഹംദുലില്ലാ ഞാൻ വിചാരിച്ച പെട്ടെന്ന് കട്ടാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് കട്ടാവാതെ കുറച്ചും കൂടി ആവത് കിട്ടുന്നുണ്ട്. പടച്ചോൻ എന്നെ സഹായിക്കുന്നുണ്ട് അൽഹംദുലില്ലാ. അപ്പം എന്തായാലും നമ്മളിപ്പോൾ പോണ സ്ഥലം എക്സൈറ്റിംഗ് സ്ഥലം. നമ്മളൊരു കേബിൾ കാറിൽ കുറേ ലോങ്ങുള്ളൊരു കേബിൾ കാറിൽ കയറാൻ പോവാണ്. അവിടെ നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ ഉയരം കൂടുന്തോറും സാധനങ്ങളെ വില കൂടുന്ന പറഞ്ഞ പോലെ അവിടെ ചായക്ക് സ്ട്രോങ്ങും കൂടും, ചായൻ്റെ വിലയും കൂടും. കാരണം അവിടെ എത്തിപ്പെടാൻ കുറച്ച് പണിയുള്ള ഏരിയയൊക്കെ നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. കൊളുക്കുമലി ഇവിടെയൊക്കെ ചായക്ക് 20 റുപ്യ 30 റുപ്യൊക്കെ ആവും, 50 റുപ്യൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് വലിയ വലിയ സ്ഥലങ്ങളിൽ. അപ്പം അതേപോലെ ഇവിടെയും വിലകളിൽ മാറ്റണം എന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മളൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ടൗണ് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും. ഞങ്ങൾ ഇന്നലെ വന്നപ്പോഴുള്ള ടൗണേ അല്ല, ആകെ മാറി. ഇന്നലെ വന്നപ്പോൾ ഇത്ര മഞ്ഞില്ല കേട്ടോ. ഇന്നലെ നമ്മളൊരു നോർമൽ ടൗണിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്തു. പക്ഷേ ഇന്നലെ രാത്രി വൻ സ്നോഫാൾ. സ്നോഫാൾ ഇങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങി വന്ന് ഹെവി സ്നോഫാളായി. അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ റൂമിൽ നിന്നൊക്കെ എണീച്ചപ്പോൾ നമ്മളെ പുറത്ത് നിർത്തിയിട്ട് വണ്ടികളൊക്കെ ഫുള്ള് മൂടി കിടക്കുകയാണ്. ആ അവസ്ഥയിലായത്. ഇപ്പം എന്തായാലും ഒരാക്കുണ്ട്, സ്നോഫാളില്ല, ഇന്നലെ ഫാൾ ചെയ്ത ഫാൾ തന്നെ ഉള്ളൂ. കസക് റെസ്റ്റോറൻറ്റ് വലിയ വലിയ ബിൽഡിങ്ങുകളാട്ടോ. ഇതിൻ്റെയൊക്കെ മേലെ മഞ്ഞിൽ ഇങ്ങനെ കുളിച്ച് കിടക്കുകയാണ്. ബിൽഡിങ്ങുകളൊക്കെ ഫുള്ള് മഞ്ഞിൽ കുളിച്ച് കിടക്കാട്ടോ. ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. അപ്പം എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ഇങ്ങോട്ടോ സീ വണ്ടി ഇറങ്ങിയടാ. കമോൺ ഗൈസ്, നോക്ക് ക്യാമറ ബാഗ് എടുത്തില്ലേ? പൊളി മൂട്. നമ്മൾ പറഞ്ഞത് അതിലാണ്ടോ. ഇത് ഇങ്ങനെ ഒരുപാട് ദൂരം പോവാണ്ട്, ഒരുപാട് പോവാണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. സ്ഥലം ഫുള്ള് മഞ്ഞ് മൂടി കിടന്നിട്ട് സീൻ വ്യൂ ആണ്. ഇതാണ്ട് നമ്മൾ വന്ന വണ്ടി. ഡ്രൈവർ കിട്ടില്ല, ഡ്രൈവർ ആയിരുന്നു. ഇത് കസാഖിസ്ഥാനിലെ മക്കൾ സെൽവം അഭിനവ്. നമ്മുടെ സ്വന്തം സൽമാൻ, കസാഖിസ്ഥാനിലെ സൽമാൻ. ആരാണത്? അണ്ടർടേക്കറോ? സീനാണ് ഇപ്പൊ അറിഞ്ഞാണ്. സീൻ തണുപ്പാണ് മുത്തേ, തണുപ്പാണ്. ചിരിപ്പൊക്കെ വന്നിട്ട് മരി തണുപ്പത്ത്. ആ ബാഗ് എടുക്കണം. അപ്പൊ ഗായ്സ്, നമ്മളിവിടെ കേബിൾ കാർ എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു രക്ഷയില്ല ഇവിടുത്തെ വ്യൂ. എന്താ പറയാ, ഇത് മൊത്തം കാണിച്ചു കൊടുത്താ. പിന്നെ അവിടെയൊക്കെ ഫുള്ള് മഞ്ഞിൽ മൂടി കിടക്കുന്ന സ്ഥലം കേട്ടോ.
ഒരു രക്ഷയില്ല, നല്ല തണുപ്പുണ്ട്. ഇവിടെ ഇപ്പോൾ ഏകദേശം എത്ര ഡിഗ്രി തണുപ്പുണ്ടാവും? -19 ഡിഗ്രിയിലാണ് അപ്പോൾ നമ്മൾ നിൽക്കണേ. അവിടെ എന്താ ഷാനും ടീമും ഓരെല്ലാവരും ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നിഹാലിക്ക് ഓടി വരുന്നേ. നിഹാലിന്ന് ഫുൾ ഓണാട്ടോ. നിങ്ങൾ ഫുൾ എക്സൈറ്റഡ് ആണ്. അതെ, നമുക്ക് എന്തായാലും ഇവിടുത്തെ ഇത് കൂടി നോക്കാം. ശരി, ഞാനേ വാ. ഓൻ്റെ അപ്ലോഡ് ആക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ അവിടെ നോക്കുകയാണെങ്കിൽ ആ കേബിൾ കാർ ഇത് എത്ര ദൂരം പോകാണ്ട്? അത്യാവശ്യം ഉണ്ടാവില്ലേ? അത്യാവശ്യം ദൂരം അങ്ങനെ പോകട്ടത്. മേലേക്ക് നല്ല മേലേക്ക് പോകേണ്ടത് തോന്നുന്നത്. നിയാൽക്കാനെ കാണിച്ചെടുക്ക്. ഒരു റൊമാൻറ്റിക് ഇങ്ങനെയാണ് നിയാല്. അപ്പോൾ നമ്മളെ ബാനത്തെ നമുക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നാട്ടോ. ബോസേ, ഒരു ടിക്കറ്റിന് എത്ര? 7500 ടെങ്കി. ഓക്കെ, സെറ്റല്ലേ? ഇപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കേബിൾ കാറിൽ പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ട്രിപ്പ് വന്നിട്ടുള്ളത് പിന്നെ ടു വേ എന്ന് പറഞ്ഞ ഒരു ട്രാവൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടീമാണ്. അതിൻ്റെ ആളാണ് ബാനത്തെയും പിന്നെ സൽമാൻ ഓരൊക്കെ. അപ്പോൾ ഇവർ ഇവിടെ കസാഖിസ്ഥാൻ മാത്രമല്ല കുറേ സ്ഥലത്ത് ഇവർ ടൂർ പാക്കേജും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അടിപൊളി സർവീസാണ്, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. കാരണം നമ്മൾ രാവിലെ വന്ന് നമ്മളെ A to Z കാര്യങ്ങൾ മൊത്തം നോക്കുന്നവർ തന്നെയാണ്. എന്തായാലും നമുക്ക് നല്ലൊരു ഇപ്പോൾ 2ാമത്തെ ദിവസമായിട്ടുള്ളൂ. പക്ഷേ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഒരു നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നതും എല്ലാം അടിപൊളിയായിട്ടാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ബാക്കി നോക്കാം. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന സമയം കൊണ്ട് ഈ സൈഡിൽ വന്നപ്പോൾ ഒരു കിട്ടിലും വ്യൂ ഉള്ള ഒരു സ്ഥലമുണ്ട്. പക്ഷെ ബാക്ക് നിന്നോ ഒരു രക്ഷയില്ല. ഇവിടെ കുറച്ച് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിക്കണേ. സ്നോഫാൾ ഉണ്ടായതുകൊണ്ട് ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ എനിക്കൊരു പേടി. കാരണം മഞ്ഞിന് പെട്ടെന്ന് ഓവറായിട്ട് വീണ് കഴിഞ്ഞാൽ ബാഗ് എടുത്തേക്കാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാവും. എന്തായാലും അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. ഇവിടെ സ്മോക്കിംഗ് പ്രശ്നമാണ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കണേ. എന്താ പറയുക, വേറെ തന്നെ എക്സ്പീരിയൻസ് ആട്ടോ. എന്തായാലും ഒരു പ്രാവശ്യം ഇങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും കാണേണ്ട സ്ഥലമാണ്. നമ്മളെ കൂടെ പിന്നെ എന്താ എൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? സുള്ളിയിൽ നിന്നും ഒരാളും കൂടെ ജോയിൻ ഉണ്ട് കേട്ടോ. ഇന്നലെ മുതലേ നമ്മൾ കൂടെ തന്നെ ഉണ്ട്, കോഴിക്കോട് മുതലുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമ്മൾ കേബിൾ കാറിൽ കയറിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ കേബിൾ കാർ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ നേരെ മേലെ കണ്ടോ, അവിടെ മാത്രം വെളിച്ചടിച്ചിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. വ്യൂ രക്ഷയില്ല. അതെ, അൽമാട്ടി ക്വീൻ. തണുത്ത ആപ്പിൾ പോലത്തെ ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത്. എന്നിട്ട് കണ്ടത് ആപ്പിൾ പോലത്തെ മക്കളെ മണി 10. അനു താഴ്ത്തുകൂകാനോ? എന്റെ മോനെ മൂട്. ഇത് മോസോണെ മന്തി കിട്ടുമോ? ഓസോൺ ഇവിടെ മന്തി കിട്ടുന്ന ഷോപ്പ് ഉണ്ട്. മന്തിയോ? എല്ലാരോടും പറയാനുള്ളത് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. പുറത്തെ വ്യൂ സ്കൈയും കാര്യങ്ങളൊക്കെ നല്ല ക്ലീൻ. ഷാനോ കയ്യിനെ പറ്റിയേ? ഭയങ്കര തണുപ്പുണ്ട്. നല്ല തണുപ്പാ. നോക്കട്ടെ, ഞാൻ ഒന്ന് കുളിക്കട്ടെ. ഓക്കെ അങ്ങനെ ചെയ്യാം. കിഡിലും ഇതെന്താ പറഞ്ഞത്? ഈ സാധനം എന്താ പറഞ്ഞത്? ഇത് ഈ വീട് റിസോർട്ട്. ഇവിടെ ആൾക്കാർ വന്ന് നിൽക്കുവോ? എവിടെ? അവിടെ രണ്ട് സൈഡിലും അരി ഉണ്ട്. അതിന്റെ അടുത്ത് കൂടെ നമുക്ക് അവിടെ ചെന്നാൽ ലൈവ് ആയിട്ട്
എങ്ങാനും വീണാല് മുത്തേക്കറിയാം സ്കേറ്റിംഗ് പറഞ്ഞ മറ്റേല്ല ഇജ് ഉദ്ദേശിക്കുന്ന സ്കേറ്റിംഗ് ഏതാ? അതല്ല അത് കൈകൊണ്ടുള്ളത് കാലോട്ടുള്ളതാ കൈകൊണ്ടുള്ളത് കാലോട്ടുള്ള എങ്ങനെയാണോ മറ്റേ സാധനമാണ് ബ്ലേഡാണ് മറ്റേ ചക്രല്ല ഇത് കാലോട്ട് സ്കേറ്റ് ചെയ്താ ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ടല്ലോ ഇവിടെ വണ്ടിക്ക് വരും അതൊക്കെ JCB ഇവിടെ ഇറങ്ങിട്ട് നമുക്ക് കപ്പലിൽ കയറാം വേറെ സീറ്റില്ലട്ടോ ടൈം ഇവിടെ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ ലെവൽ വണ്ണിലെത്തിണ്ട് അപ്പൊ ആള് ഡൗൺ ആയിക്കണേ ആള് ലെവൽ വണ്ണിലെത്തി നമ്മള് ഒരാൾ സൈഡ് ആയിക്കണേ ചില്ലി കൂട്ടട്ടെ മാറി കൊടുക്കും തുറക്കട്ടെ. ഇറങ്ങും നോക്കാം നമ്മള് പുറത്തേക്ക് ഇറങ്ങാട്ടോ. നമ്മള് ലെവൽ 1-ലെത്തി. എടാ എല്ലാം എടുത്തില്ലേ? ഒന്ന് നോക്കി കളിയാ. ഓ ഇതെല്ലാം മൂവ് ചെയ്ത് കൊണ്ട് കേട്ടോ. ഇതിന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മള് പിന്നെയും താഴ്ത്തിക്കന്നെ പോകേണ്ടി വരാ. നമ്മളപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ കാശ് നമ്മളിവിടെ ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ പറയാ, അപ്പൊ ഞാൻ സൂം ചെയ്ത് കാണിച്ചു കൊടുത്താ കുറെ ആൾക്കാർ അവിടെ ഫുള്ള് സീന. ചെറിയ കുട്ടിയൊക്കെ വരും നോക്കിയാ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ നല്ല എക്സ്പീരിയൻസും കാര്യമാണ് കേട്ടോ. അല്ല അന്തം മുട്ടി നമ്മൾ നാട്ടിൽ ടർഫിൽ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങുന്ന പോലെ ഒന്നും കിട്ടില്ല. 0.ഒക്കെ ടർഫിൽ ഫുട്ബോൾ കളിക്കാൻ പോണ പോലെ വന്നാണ് തന്നെ ഇറങ്ങിയാൽ അവിടുന്ന് നേരെ താഴത്തേക്കാണ് പോവാ. അതുപോലെ തന്നെ ഇവിടുത്തെ വ്യൂ പറയുന്ന ഒരു ആ മോൾക്ക് ആ സൺസെറ്റ് കാണിച്ചു കൊടുത്താ സെറ്റ് വ്യൂ ആട്ടോ. അവിടെ മൊത്തം വൈറ്റായി മഞ്ഞ് മൂടി കിടക്കണോണ്ട് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഒരു രക്ഷയില്ല. നമ്മളിവിടെ ഒരു കഫേയിൽ ചായ അടിക്കാൻ വേണ്ടി വന്നതാണ്. അതേപോലെ തന്നെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് കാണാം. അഭിനവ് ഇവിടെ എത്ര വർഷമായി? 4ാമത്തെ വർഷം. ഇവിടെ ഒരുപാട് ആൾക്കാർ എല്ലാവരും സ്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതേപോലെ അവിടെ ഒരു പരുന്തുണ്ട്. പരുന്തിനെ കാണിച്ചാ കുറെ ആൾക്കാർ ക്യാമറ ഒക്കെ പിടിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാ ആൾക്കാർക്ക് ഫോട്ടോ കാര്യങ്ങളും എടുത്തെടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പരുന്ത്. ഒരു രക്ഷയില്ല, വേറെ ലെവല്. അത് എടുക്കുന്നുണ്ട് കേട്ടോ പരുന്തിനെ. 0.5 കേട്ടോ. 0.5 ഫോട്ടോ എടുത്തെടുക്കാൻ വേണ്ടിയിട്ട് പരുന്തിനെ സെറ്റാക്കണ്ടേ. ഓണ്ടാടാ അതിന്റെ തലന്റെ തലന്റെയിലേറെ വിൽപ്പണ്ടല്ലോ. ഇവിടെ മെയിനായിട്ട് കുറെ കഫേകളുണ്ട് കേട്ടോ. കഫേ ഡബിൾ പ്രൈസാന്നാ പറഞ്ഞത് സാധനങ്ങൾക്കും ഇതൊക്കെ. ഇപ്പം എന്തായാലും നമ്മൾ കഫേൻ്റെ ഉള്ളിൽ കയറാണ്. കൈയൊക്കെ ആകെ മരവിച്ചിട്ട് ഒന്നിനും വയ്ക്കണില്ല. എന്തായാലും നമുക്ക് കഫേൻ്റെ ഉള്ളിൽ കയറാം. അപ്പോൾ ഗൈസ് കൈയൊക്കെ ആകെ മരവിച്ച് അങ്ങ് എത്തിയിട്ടോ. ഓ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹീറ്ററും കൈ വെച്ചിട്ടുണ്ട്. രക്ഷയില്ല. ഞാനാണെന്ന് വെച്ചാൽ എങ്ങനെയാടാ ക്രോക്സ് ഒക്കെ ഇട്ടിരിക്കണേ. ക്രോക്സ് ഒക്കെ ഇട്ട് രക്ഷയില്ല കേട്ടോ. വരും തണുപ്പാണ്. ഞാനും ഷാനും കാല് മരവിച്ചിട്ട് കാല് ഇങ്ങനെ വെച്ചിക്കാട്ടോ. ഈ ഹീറ്ററുമേ ഒരു കഫേയിലുള്ളത്. ടീം കഫേ കേട്ടോ. രക്ഷയില്ല. കപ്പ മാത്രമേ ഉള്ളൂ, കോഫിയില്ല. എന്താണ് പറഞ്ഞാല് ഉസ്ബെക്കിസ്ഥാനുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ അപ്പോ അത്രയും ആ ഒരു കണ്ണുകളോട് നോക്കി കാണുന്നവർക്ക് ഇതിന്റെ ചായ കിട്ടും. അതായത് ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഇതിന്റെ ചായ മനസ്സിലുള്ളൂ. ലൈവ കറക്റ്റ് കണ്ണന്തേവന്റെ മണം. എനിക്ക് കാണില്ലല്ലോ, ബുദ്ധിയില്ലാത്തവനെ കാണത്ത്. ഭയങ്കര ചൂട്. ചൂടാ
ഈ മൈക്കൊക്കെ എത്ര പൈസ? 12 13 14 നമുക്ക് റിവ്യൂസ് എടുക്കാൻ വേണ്ടി മൈക്ക് വാങ്ങിയാലോ ഈ മൈക്ക് വാങ്ങിക്കോളി. ഇതല്ലേ 12,000 ഇൻവെസ്റ്റ് ചെയ്യണ്ടേ? ഈ ഇതിനെ പറ്റി പറഞ്ഞോ. ട്രാവൽസിന് പറ്റോ? ടൂവിനെ പറ്റി എന്താ പറയാനുള്ള വെച്ചാൽ നമ്മൾ 5 ദിവസം അവരുടെ ലൈഫിലെ ബെസ്റ്റ് 5 days കൊടുക്കും. അൽമാട്ടിയിലുള്ള മെയിൻ ആയിട്ടുള്ള എല്ലാ സ്പോട്ടും നമ്മൾ കവർ ചെയ്യും. പിന്നെ എയർപോർട്ട് ടു എയർപോർട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്താണോ അവർക്ക് വേണ്ടത് അതിനനുസരിച്ച് പാക്കേജ് കസ്റ്റമൈസ് ചെയ്തിട്ട് അവരിഷ്ടത്തിന് അവരെന്താണോ കംഫർട്ടബിൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കും. എല്ലാ കൈൻഡ് ഓഫ് പാക്കേജ് ഉണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉണ്ട്, കപ്പിൾ പാക്കേജ് ഉണ്ട്, ഫാമിലി പാക്കേജ് ഉണ്ട്, പ്രീമിയം ഉണ്ട്, നോർമൽ പാക്കേജ് ഉണ്ട്, സിംഗിൾസിനും ഉണ്ട്. സിംഗിൾസിലുള്ള പാക്കേജ് ഉണ്ട്. എല്ലാ കൈൻഡ് ഓഫ് പാക്കേജസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പറഞ്ഞ കാര്യം കറക്റ്റാട്ടോ. നമ്മൾ ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ ആകെ 2 ദിവസമായിട്ടുള്ളൂ. 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ പക്ഷേ ഇവർ ടേക്ക് കെയർ ചെയ്യുന്നു. നമ്മുടെ റൂമും കാര്യങ്ങളും എന്തായിക്കോട്ടെ നല്ല സെറ്റായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇറങ്ങാൻ കുറച്ച് ഡിലേ ആവണോണ്ട് നമ്മൾ ഐറ്റിനറിയിൽ അത് ഞങ്ങളെ കുഴപ്പമാണ്, നിങ്ങളെ കുഴപ്പമില്ല. ഇവര് കസ്റ്റമൈസ് ചെയ്യേണ്ടി വരികയാണ് രാവിലെ നീച്ചാല്. കാരണം നമ്മൾ നീച്ചിട്ട് എന്തായാലും ഇത് ഇറങ്ങല് നടക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 10 മണിക്കുള്ള ഇറക്കം 11 മണിക്ക് കസ്റ്റമൈസ് 11 മണിക്ക് ഇറങ്ങണം വിചാരിച്ചു നമ്മൾ ഇറങ്ങുന്നത് 2 മണിക്കാണ്. അപ്പൊ അത് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തു. അതെ അത്രേ ഉള്ളൂ. രാവിലെ വന്നിട്ടുണ്ടോ? രാവിലെ വന്ന് 1.5 മണിക്കൂർ വാതിലിന് മുന്നിൽ പോയിക്കണേ. വാതില് മുട്ടി 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 എല്ലാരും ഉറങ്ങാണ്. അത് ചായയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്ന് ഞങ്ങളെല്ലാരും വിളിച്ച് നീപ്പിച്ച് ഇവിടെ എത്തി. ഹാപ്പി. അതെ, നമ്മളിപ്പോ സെക്കൻഡ് ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. ഗൈസ് പറയൂ ഗൈസ്. ഇവിടെ എന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ താഴത്ത് -12 ഡിഗ്രിയാണ്, 15ആണ്. ഇനിയിപ്പോ മുകൾക്ക് പോകുന്നിടത്തുള്ളത് -25 ആണ്. അതായത് അവര് നമ്മളെ കണ്ടപ്പോ പറഞ്ഞു ഇവരൊക്കെ ഈ സിബൊക്കെ ഇടാതെ വലിയ സ്റ്റാർ ആയിട്ട് ഇവര്. അപ്പൊ എന്താ വെച്ചാല് അതൊന്നും നടക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചത്തു പോകുന്ന പറഞ്ഞത്. അപ്പൊ ഞങ്ങള് അവിടെ പോവാണ് ഗൈസ്. എനിക്ക് ഈ ഇവരൊക്കെ എല്ലാരും ഈ മൂക്ക് മറക്കുന്ന സാധനം ഞാൻ എടുത്തില്ല. എന്റെ മുഖമൊക്കെ മറക്കേണ്ട ആൾക്കാർ 4 ആളെ കാണട്ടെ. നല്ല തണുപ്പുണ്ട് ഭാഗം. നാളെ ചോരി വരും. എന്താണ് ബോസ് എന്നും ഉണ്ടാത്തേ? സംസാരിക്കാം. ഇപ്പൊ പറഞ്ഞ് മേലക്ക് ഞാനില്ല, ഓരോ കഫേയിൽ ഇരിക്കാന്ന്. പക്ഷെ ഇവിടുത്തെ കഫേന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഒരു കട്ടൻ ചായക്ക് 1500 രൂപ കൊടുക്കും വേണം. 30 ഇരിക്കാനും പറ്റുള്ളൂ മാക്സിമം. കാരണം ഓർക്കറിയാം അവിടെ കട്ടൻ ചായ ഉണ്ടാക്കിട്ട് കൊടുത്തു കഴിഞ്ഞാല് ഇവിടെ വേറെ വകുപ്പില്ല, അതേ ഉള്ളൂ. യെസ് ഗായ്സ്, ഞങ്ങൾ ഗസ്റ്റ് ഉണ്ട് ഗായ്സ്. നമ്മള് ഇത് ഏത് ലെവലാ? സെക്കൻഡ് ലെവലാട്ടോ എത്തിയില്ലേ. ഇവിടെ ഇപ്പൊ ഒരു -25 ഒക്കെ ഉണ്ടാവും. ഫുള്ള് സീനാട്ടോ. അല്ല ലൈസ് കഴിഞ്ഞല്ലോ റബ്ബേ. ലൈസ് ഒന്ന് കേട്ടേ. ഫ്രീസ് ആയിക്കണ പറഞ്ഞാൽ എന്റെ ഫുള്ള് ഫ്രീസ് ആയിട്ട് കാലൊക്കെ ഫുള്ള് എന്താ പറയാ ആകെ ഫ്രീസ് ആയിക്കണേ. എന്താ കാട്ടന്നെ അറിയില്ല. ഗ്ലൗസ് കൊണ്ട് തുടങ്ങി ചേങ്ങായി നിഹാലിനെ കൊണ്ട് കിട്ടിയാണ്. ഗ്ലൗസ് ഇട്ടിട്ട് ആകെ പിടുത്തം കൊണ്ടുവരുന്നത്. ഇവിടെ കുറെ ആൾക്കാർ ഈ സ്കേറ്റിംഗ് ബോർഡും കൊണ്ടാണ് പോകുന്നുണ്ട് കേട്ടോ. അവിടെ മേലെന്ന് വരെ വരുന്നുണ്ട് ആൾക്കാർ. തണുപ്പെന്ന് പറഞ്ഞാൽ പൊലം തണുപ്പാണേ. നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ട് നിൽക്കാണ്. അതുകൊണ്ട് 0.5 എടുത്തോ. എല്ലാവരും ഉണ്ട് കേട്ടോ. ഓ ഓ മതി മതി. എങ്ങനെയുണ്ട്? ഫോൺ പിടിക്കാൻ വയ്ക്കില്ലല്ലേ? ഇവിടുന്നൊരു അടിപൊളി വ്യൂ കാണിച്ചു കേട്ടോ. മോനെ സീൻ വ്യൂ. ഒരു രക്ഷയില്ല കേട്ടോ. രക്ഷയിലാണ്, ഒരു രക്ഷയില്ല. ഇവിടെ കുറേ ആൾക്കാർ ഇതാ സ്കേറ്റിംഗ് ബോർഡുമ്മ പോണ ഇതുണ്ടോ, ഉറുമ്പോളെ അരിച്ചു പോകണ പോലെ തോന്നണേ. നമ്മളെല്ലാവരും ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ്. എന്താ പറയാളേ? Hola, hola, ma. Hola, 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 hola,
വേറെ പാട്ട് വേണ്ടോ? ഓളുള്ള പാട്ട് ഏതുള്ളത്? അജ്ജപ്പാമര അത്ര ഓളില്ല. പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞ പ്രശ്നമില്ല, ഞാൻ ചത്തുക്കണേ. ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി കൊടുക്കാണ്. നമുക്ക് കേബിൾ കാറിൽ കയറാനുള്ള വഴി കേട്ടത് കൊല്ലം തിരക്കാണ്. നിഹാല് മുന്നിക്ക് കയറി പോകാൻ അവിടുന്ന് ഒരു പെണ്ണ് ഫിറ്റാക്കി നിഹാലിന്. ഞാൻ മഞ്ഞ ക്യാപ്പിട്ട് എന്താടാ എന്തോ പറഞ്ഞു ഞാൻ ഇംഗ്ലീഷ് വാക്ക് ഒതുക്കി. നത്തിങ് ഞാനോട് എന്തൊക്കെയാണ് പറഞ്ഞിട്ടോ? ഞാൻ നത്തിങ് എന്നോട് ചിരിച്ചിരിക്കാണ്. സീൻ പറഞ്ഞ സീൻ ഇവിടെ എന്തോ ആകുന്നുണ്ട്. ഫൈനലി ഗൈസ് നമ്മളടുത്ത് എന്തോ അനൗൺസ് ചെയ്തില്ലെന്ന് മനസ്സിലാവണല്ലോ. പുക പോലെ പോണുണ്ടോ? അത് എന്തോ ഇവിടെ ഓക്സിജന്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് അതിന്റെ എന്തോ സെറ്റപ്പ് ആണെന്ന് പറഞ്ഞത്. എന്താ കാര്യം എന്നുള്ളതൊന്നും മനസ്സിലായില്ല. ഇനി എന്തായാലും അങ്ങോട്ട് കേറണം. ആടാ അതിനുള്ളത് അവിടെ വെച്ചു. മലയാളീസ് കുറവാണ്. ഇവിടെ ഈ പെണ്ണടിച്ച് അങ്ങനെ തല അടിച്ച് പൊട്ടിച്ചിട്ടോ. അവിടെ ചങ്ങാന്റെ തല അടിച്ച് പൊട്ടിച്ചു. സീനായി. ആകെ സീൻ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞാ തോന്നുന്നു. നമ്മൾ വണ്ടിന്റെ അടുത്ത് എത്തിട്ടോ. എന്തായാലും ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ഇനി പുതിയ വ്ളോഗായിട്ട് കൊണ്ട് കാണാം. ബൈ ഗൈസ്.